Hello friends, welcome to the channel. Good afternoon, channel സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് റിഫയറിൻ്റെ ഒരു കാർ എയർ പ്യൂരിഫയർ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാർ മാത്രമല്ല നമുക്ക് അത്യാവശ്യം ഡെസ്ക്ടോപ്പിലും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു നമ്മളിപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് ഒക്കെ ഉപയോഗിച്ചു ആക്ച്വലി അത്. അപ്പോൾ അതിനുശേഷം നമുക്കൊരു റിവ്യൂ ചെയ്യാൻ വിചാരിച്ചാണ്. എന്ന് വെച്ചാൽ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു കാർ എയർ പ്യൂരിഫയർ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഇറങ്ങണ എല്ലാ കാറിലും നമുക്ക് കാർ എയർ പ്യൂരിഫയർ വരുന്നുണ്ട്. എന്നുവെച്ചാൽ നിങ്ങൾക്കറിയാം അത്രയ്ക്കും പൊല്യൂഷൻസും പൊടികളും ഡസ്റ്റൊക്കെ വന്നു തുടങ്ങിയപ്പോൾ അതുപോലെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ എയർ പ്യൂരിഫയർ ശരിക്കും ഒരു മസ്റ്റ് ആയിട്ടുള്ള ഒരു അക്സസറി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാറിലൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഇറങ്ങുന്ന കാറുകൾക്കൊക്കെ നമുക്ക് ഇൻബിൽഡായിട്ട് കിട്ടുന്നതായിരിക്കും. പക്ഷെ നമുക്ക് ഈ മുമ്പുള്ള കാറുകൾക്കും ഒക്കെ ഒന്നിലും നമ്മുടെ കാർ എയർ പ്യൂരിഫയർ ഇല്ല. അപ്പോൾ ഒരു നല്ലൊരു കാർ എയർ പ്യൂരിഫയർ നല്ല വാങ്ങിച്ചു വയ്ക്കാൻ ശരിക്കും നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ്. പ്രത്യേകിച്ച് ഒരു നമ്മുടെ എന്താ പറയുക ഡസ്റ്റ് അലർജി അങ്ങനത്തെ സംഭവങ്ങൾ അലർജി അല്ലെങ്കിൽ ആസ്മ ഒക്കെ ഉള്ളവർക്ക് നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കൊക്കെ നല്ലതായിരിക്കും. പിന്നെ ഈ മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ USB ആണ് വരുന്നത്, ഡയറക്റ്റ് USB ആണ്. നമുക്ക് എന്താ പറയുക സിഗരറ്റ് ലൈറ്റർ അല്ല വരുന്നത്. അപ്പോൾ USB ആയതുകൊണ്ട് തന്നെ നമുക്ക് പവർ ബാങ്കിലോ നമുക്ക് ഇവിടെ വെച്ചാൽ നമ്മുടെ ഡെസ്ക്ടോപ്പിലോ അല്ലെങ്കിൽ നമ്മൾ ഡെസ്കിൽ വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ വേണമെങ്കിൽ വെച്ച് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ആക്ച്വലി ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാറിലാണ് ഇരിക്കുന്നത്. ആക്ച്വലി ഞാൻ അത്യാവശ്യം കുറേ ഉപയോഗിച്ചു. നമ്മൾ കുറച്ച് അത്യാവശ്യം റൂട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാർ എഞ്ചിൻ ഓണാണ് ആക്ച്വലി. ഇപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടാവുന്നില്ല, സ്പെഷ്യലായിട്ടൊന്നും സൗണ്ടൊന്നും കേൾക്കുന്നുണ്ടാവില്ല. എന്ന് വെച്ചാൽ ഭയങ്കര സൈലൻ്റ് ആയിട്ട് അത് ഫാസ്റ്റ് മോഡിൽ തന്നെ നല്ല സൈലൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ശരിക്കും ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ആകെ ഒരു LED ഇൻഡിക്കേറ്റർ മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടിയും ഒരു എയർ ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ഒക്കെ വേണമായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു 3 മോഡൽസുകളുണ്ട് നമുക്കിത്. ഇത് ബേസിക് മോഡലാണ്. പിന്നെ നമുക്കൊരു UV ലൈറ്റ് വരുന്നൊരു മോഡലുണ്ട്. ഞാൻ എന്തായാലും കാർ എഞ്ചിൻ ഓണാക്കാം. നമുക്ക് പെട്രോൾ ഭയങ്കര കാശ് കൂടുതലല്ലേ, ഇപ്പോൾ ഒന്നുകൂടി കൂടാൻ പോവാണ്. അപ്പോൾ 3 മോഡലുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ UV ഉള്ളതുണ്ട്, നോർമൽ HEPA ഫിൽറ്റർ മാത്രമേ ഉള്ളതുണ്ട്. പിന്നെ നമുക്കൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നൊരു വേറൊരു മോഡലുണ്ട്. അതിനൊരു അത്യാവശ്യം 5000 ആ റേഞ്ചിൽ വരും, 5400 സംതിങ് റേഞ്ചിൽ വരും. ഇതിനാണെങ്കിൽ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 2500 സംതിങ് ആണ്. പിന്നെ നമുക്ക് UV ലൈറ്റും കൂടി ഉള്ളതിനാണെങ്കിൽ ഒരു 200 സംതിങ് റേറ്റ് കൊടുത്തുള്ളൂ. അത് രണ്ടും ലുക്കിന് വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെയാണ്. ഡിസ്പ്ലേ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇപ്പോൾ എന്തായാലും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടൊന്ന് ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ നമ്മുടെ ഈ എന്താ പറയുക ആമസോണിൽ നമ്മളൊരു സ്റ്റോർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. നമ്മൾ ആക്ച്വലി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ റോഡ് സൈഡിൽ നിർത്തിയിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഞാൻ ആക്ച്വലി ഇത് എടുക്കാൻ മറന്നതാണ് ആക്ച്വലി. ഇപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എന്തായാലും കറക്റ്റ് സ്പോട്ടായിരുന്നു. എന്ന് വെച്ചാൽ കാറിൽ വെച്ച് തന്നെ എടുക്കണമല്ലോ, നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന തന്നെ. അപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് 1 വീക്കിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇതാ നമ്മളിപ്പോൾ ഇത് നമ്മുടെ ബലൂനോലാണ്. ബലൂനോട് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് കറക്റ്റ് ഫിറ്റാണ്. നമ്മുടെ ഈ എന്താ പറയുക കപ്പ് ഹോൾഡറിൽ വരുന്ന കറക്റ്റ് ഫിറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ നമ്മുടെ ഇതാണ് ആക്ച്വലി. അപ്പോൾ നമുക്ക് ശരിക്കും ഇതിൻ്റെ ഫുൾ ഏരിയയിൽ നമുക്ക് എയർ ഇൻലെറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫുൾ ഏരിയ നമുക്ക് ചെറിയ ഓട്ട കാണണമെങ്കിലും ഇതിൽ കൂടെയാണ് നമുക്ക് എയർ എടുക്കുന്നത്. അതുപോലെ ഡസ്റ്റിനൊക്കെ വലിച്ചെടുക്കുന്നത്. പ്യുവർ ആയിട്ടുള്ള എയർ ഇത് കൂടെ പുറത്തേക്ക് വിടുക. അങ്ങനെയാണ് അതിൻ്റെ പരിപാടികൾ വരുന്നത്. നമുക്ക് മുകളിൽ സ്വിച്ച് ഉണ്ട്. ഇത് നമുക്ക് 3 മോഡുകളുണ്ട്. ടർബോ മോഡ് വരുന്നത് ഏറ്റവും ലാസ്റ്റത്തെയാണ്. അപ്പോൾ ഫാൻ സ്പീഡ് നല്ല വലുതായിരിക്കും. ഇതിൽ പിന്നെ പ്രത്യേകത പറയുന്നത് കമ്പനി പറയുന്നത് നമുക്ക് എയർ പ്യൂരിഫയറിൽ വെച്ച് ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫാൻ വരുന്ന ഒരു എയർ പ്യൂരിഫയർ എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതൊരു US ബ്രാൻഡാണ് കേട്ടോ. അതുപോലെ 1 ഇയർ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഒരു സൈറ്റ് വേണമെങ്കിൽ നോക്കി നോക്കാം. ലോക്കൽ ബ്രാൻഡൊന്നുമല്ല, ഒരു US ബ്രാൻഡാണ്. അപ്പോൾ അത്രയ്ക്ക് ലോക്കലാണെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പിന്നെ ഞാൻ ഡയറക്റ്റ് ആക്ച്വലി നമുക്കിത് നമ്മുടെ അവിടെ USB പോർട്ട് ഉണ്ട് ബാക്കിൽ. അപ്പോൾ അതിലാണ് നമ്മൾ കുത്തിക്കുന്നത്. ഡയറക്റ്റ് USB നമുക്ക് കുത്താൻ പറ്റും കേട്ടോ. പിന്നെ നമുക്കിത് കപ്പ് ഹോൾഡറിൽ നല്ല കറക്റ്റ് ലൈറ്റ് വെയിറ്റ് ആണ് ഭയങ്കരമായിട്ട്. നിങ്ങൾക്ക് ഈ സൈഡിലായിട്ടാണ് നമുക്ക് അതിൻ്റെ പ്ലഗ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും ഞാൻ ഇവിടെ കുത്തിക്കുന്നത്. അപ്പോൾ സിഗരറ്റ് ലൈറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇവിടെ ഇതിലാണെങ്കിൽ കറക്റ്റ് ഫിറ്റുമാണ് കോറി ഇവിടെ. അപ്പോൾ പിന്നെ ഇവിടെയൊക്കെ വരുന്ന ഈ കപ്പ് ഹോൾഡർ വരുന്നവർക്ക് കുറച്ച് കുഴപ്പമായിരിക്കും. എന്താ വെച്ചാൽ വയർ പുറത്തേക്ക് കാണും. ഇതാകുമ്പോൾ വയർ കാണില്ല, ശരിക്കും കമ്പനി ഫിറ്റഡ് പോലെ തോന്നും. അതാണ് ഒരു പ്രത്യേകത വരുന്നതെന്ന് വെച്ചാൽ കപ്പ് ഹോൾഡർ ഇതിൻ്റെ അടുത്ത് വരുന്നവർക്ക് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട്. എന്ന് വെച്ചാൽ ഈ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരുന്നോളും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല പൊടി വരാറുണ്ട് ആക്ച്വലി. നമുക്കൊരു കോൾ വന്നതാണ് ഞാൻ നിർത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു വാങ്ങിച്ചു വയ്ക്കാൻ പറ്റും. എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സറൗണ്ടിങ്ങിൽ നോക്കിയാൽ തന്നെ അറിയാനായിരിക്കും തീരെ പൊടികളും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്ലീനിങ് ചെയ്യുന്നുണ്ട്. പിന്നെ HEPA ഫിൽറ്ററാണ്, നമുക്ക് റിയൂസബിൾ ഉപയോഗിക്കാം. ഇതിൻ്റെ HEPA ഫിൽറ്റർ നമുക്ക് 500 രൂപയ്ക്ക് നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പാർട്സ് കാര്യങ്ങളൊക്കെ ഈസിലി അവൈലബിൾ ആണ്. റേറ്റും വലിയ മോശമില്ലാത്ത റേറ്റാണ്. നമുക്കൊരു 1 ഇയർ ഒക്കെ നമുക്ക് ഈസിയായിട്ട് ഇതിൻ്റെ ഒരു കിട്ടുന്നതാണ് പറയുന്നത്.
അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയാണ്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് നമുക്ക് എന്തായാലും ഞാൻ ബോക്സ് ഒന്നുകൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഓൾറെഡി അൺബോക്സിങ്ങിൽ കണ്ട ബോക്സാണിത്, റിഫയറിൻ്റെ ബോക്സ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് എൻട്രി സൈഡ് ഇതാണ് വരുന്നത്. അപ്പോൾ റിഫയറിൻ്റെ AX30 എന്നൊരു മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് കാർ എയർ പ്യൂരിഫയർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് AX30 കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, പെർഫോമൻസിൻ്റെ കാര്യം കൊടുത്തിട്ടുണ്ട്, ഇന്നോവേറ്റീവ് ഡിസൈൻ, 40% ലാർജർ ഫാൻ എന്ന പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അരോമതെറാപ്പി ഞാൻ പറഞ്ഞത് ഇതാണ്. അരോമ ബഡ്സ് നമുക്ക് ഓൾറെഡി ഒരു സിട്രസിൻ്റെ ഒരു ബഡ്സിൻ്റെ ഒരു ഓൾറെഡി ഇൻബിൽഡ് ഒരു ഗുളിക പോലത്തെ ഒരു ടാബ്ലറ്റ് ഓൾറെഡി ഇൻബിൽഡ് ഉണ്ടായിരിക്കും. അതൊക്കെ ഫുള്ള് കാണാൻ നമ്മുടെ അൺബോക്സിംഗ് വീഡിയോ പോയി കണ്ടാൽ മതിയിട്ടാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെയർഫുൾ ഡിസൈൻഡ് ബൈ ഡിസൈൻഡ് USA ആണ്, USA ബ്രാൻഡാണ് റിഫയർ സ്മാർട്ട് അപ്ലയൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് കുറേയൊക്കെ നമ്മൾ ഓൾറെഡി മുമ്പ് കണ്ടതാണ്. ലാർജസ്റ്റ് ഫാൻ ഇൻ സെഗ്മെൻറ്റ്, അരോമാതെറാപ്പി ഫംഗ്ഷൻ ഉണ്ട്, 3 സ്പീഡ് മോഡ് ഉണ്ട്, ട്രൂ HEPA ഫിൽറ്ററാണ്, ആൻറ്റി സ്ക്രാച്ച് ബോഡിയാണ്, ലോ മെയിൻ്റനൻസ് ഉണ്ട്, അതുപോലെ 3 സ്റ്റെറിലിറ്റി പ്യൂരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടെ കണ്ടായിരിക്കും കറക്റ്റായിട്ട്. അപ്പോൾ നിങ്ങൾ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു കാർ എയർ പ്യൂരിഫയർ നോക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ. അത്രയ്ക്കും ഗ്യാരണ്ടി സാധനമാണ്, നല്ല സംഭവം തന്നെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.